നമ്മളെന്നും വീട് വൃത്തിയാക്കുന്നവരാണല്ലേ. പക്ഷെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വീട് വൃത്തിയാകുന്നതിന് പകരം അറിയാതെ തന്നെ അത് കൂടുതൽ അഴുക്കാകുന്നുണ്ടെങ്കിലോ? അതേ ദിവസം നമ്മൾ ആവർത്തിക്കുന്ന ചില തെറ്റുകൾ. നിങ്ങൾ അറിയാതെ ചെയ്യുന്ന ആ തെറ്റുകൾ എന്തൊക്കെയാണെന്നും എങ്ങനെ അത് തിരുത്താമെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഫാൻ വൃത്തിയാക്കുന്നത്. നമ്മൾ നോർമലി എങ്ങനെയാണ് ഫാൻ വൃത്തിയാക്കുന്നത്? താഴെ നിന്നിട്ട് ഒന്നെങ്കിൽ ചൂല് കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ പൊടികൾ തട്ടിയിട്ട് എങ്ങനെയും ഒരു കസേരയിലാണെങ്കിലും കയറി നിന്നിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കും. അതിനു പകരമായിട്ട് ഫാനിൻ്റെ ലീഫിലേക്ക് ഒരു പഴയ തലയണ കവർ കയറ്റുക. എന്നിട്ട് അത് മെല്ലെ പിറകിലോട്ട് വലിക്കുമ്പോൾ ഫാനിൻ്റെ താഴത്തെ മാത്രമല്ല മുകളിലത്തെ പൊടിയും ഒറ്റയടിക്ക് തലവണ കവറിനുള്ളിലായി കിട്ടും. അതേസമയം നമ്മൾ ഈ പൊടി താഴെ നിന്ന് തട്ടുമ്പോൾ പൊടി റൂം മൊത്തം വ്യാപിക്കും. എന്നാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊടി ഒട്ടും സ്പ്രെഡ് ആവില്ല. രണ്ടാമത്തെ കാര്യമാണ് താഴെ നിന്ന് മുകളിലേക്ക് വൃത്തിയാക്കുന്നത്. അതായത് തറ ആദ്യം അടിച്ചുവാരി തുടച്ചതിനൊക്കെ ശേഷമായിരിക്കും നമ്മൾ മേശയും കബോർഡുമൊക്കെ തുടയ്ക്കുന്നത്. അത് വലിയൊരു തെറ്റാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മുകളിൽ നിന്നുള്ള പൊടി വീണ്ടും തറയിൽ വീഴും. അപ്പോൾ എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് വേണം തുടയ്ക്കാൻ. മൂന്നാമത്തെ കാര്യമാണ് ക്ലീനിങ് ലിക്വിഡ് നേരിട്ട് സാധനങ്ങളിലേക്ക് സ്പ്രേ ചെയ്യുന്നത്. TV, കമ്പ്യൂട്ടർ സ്ക്രീൻ അല്ലെങ്കിൽ സോഫ ഇതിലേക്കൊക്കെ ക്ലീനിങ് ലിക്വിഡ് നേരിട്ട് അടിച്ചിട്ട് തുടയ്ക്കരുത്. ഇത് ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനായിട്ട് ചാൻസ് ഉണ്ട്. എപ്പോഴും നമ്മൾ തുടയ്ക്കുന്ന ഒരു തുണിയിലേക്ക് ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത ശേഷം മാത്രം സാധനങ്ങൾ തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യമാണ് നമ്മൾ ഒരേ തുണി കൊണ്ട് വീട് മുഴുവൻ തുടയ്ക്കുന്നത്. നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ തുടച്ചിട്ട് വെക്കുന്ന തുണികളുണ്ടല്ലോ, അതേ തുണി കൊണ്ട് ഡൈനിങ് ടേബിളോ ടീപ്പോയോ അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ തുടയ്ക്കുന്നത് അഴുക്കും ബാക്ടീരിയയുമൊക്കെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പകരാനായിട്ട് കാരണമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരേ തുണി ഉപയോഗിച്ച് എല്ലായിടവും തുടയ്ക്കാതെ ഇരിക്കുക. ഇനി അഞ്ചാമത്തെ കാര്യമാണ് നനഞ്ഞ തുണികൾ എവിടെയെങ്കിലും അടച്ചു പൂട്ടി വയ്ക്കുന്നത്. വീട് വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത എന്നാൽ അതീവ പ്രാധാന്യമുള്ള ഒന്നാണ് നനഞ്ഞ തുണികൾ അടച്ചു പൂട്ടിയ സ്ഥലങ്ങളിൽ. ഉദാഹരണത്തിന് അലമാര, പെട്ടി അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ഇവിടെയൊക്കെ ഇട്ട് വെക്കുന്നത്. ഇങ്ങനെ വെക്കുന്നത് വീടിൻ്റെ ശുചിത്വത്തെയും അന്തരീക്ഷത്തെയും ഗുരുതരമായി ബാധിക്കും. അതായത് നനഞ്ഞ തുണികൾ അടച്ചു പൂട്ടി വയ്ക്കുമ്പോൾ വായു സഞ്ചാരം ലഭിക്കാത്തതിനാൽ അവയിൽ വേഗത്തിൽ ബാക്ടീരിയകളും പൂപ്പലുകളും വളരും. ഇത് വീടിനുള്ളിൽ ഒരുതരം അസ്വസ്ഥതയുണ്ടാക്കുന്ന മണം പരത്തുകയും നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വീടിനൊരു ഫ്രഷ് അല്ലാത്ത അനുഭവം നൽകുകയും ചെയ്യുന്നു. ആറാമത്തെ കാര്യമാണ് എന്തെങ്കിലുമൊക്കെ കറകളൊക്കെ കളയാനായിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ സ്പ്രേ ഒക്കെ ചെയ്തിട്ടിട്ട് ഉടനെ തന്നെ അതങ്ങ് തുടച്ചു മാറ്റും. അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. കെമിക്കലുകൾക്കൊക്കെ കറ ഇളക്കാനായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും സമയം വേണം. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് ക്ലീൻ ആക്കുമ്പോൾ മാത്രമേ കറയൊക്കെ മാറി നല്ല ക്ലീൻ ആവത്തുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ സ്പ്രേ ചെയ്തിട്ടിട്ട് പെട്ടെന്ന് തന്നെ തുടയ്ക്കാതെ ഇരിക്കുക. ഇനി ഏഴാമത്തെ കാര്യം എല്ലാത്തിനും ഒരേ ക്ലീനർ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരേ ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിക്കുന്നത് നമുക്ക് സൗകര്യപ്രദമാണെങ്കിലും അത് പലപ്പോഴും ദോഷകരമായി ഭവിക്കാറുണ്ട്. ഓരോ സാധനങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. മാർബിൾ, ഗ്രാനൈറ്റ്, മരം, ഗ്ലാസ് ഇതൊക്കെ ഓരോന്നും വ്യത്യസ്തമായ രാസവസ്തുക്കളോട് വ്യത്യസ്തമായാണ് പ്രതികരിക്കുന്നത്. മാർബിൾ പോലെയുള്ള പ്രതലങ്ങളിൽ അസിഡിക് ക്ലീനറുകൾ ഉപയോഗിച്ചാൽ അത് മാർബിളിൻ്റെ തിളക്കം നഷ്ടപ്പെടുത്താനും പൊട്ടലുകൾ ഉണ്ടാക്കാനും ഇടയാകും. അതേപോലെ മരം കൊണ്ടുള്ള ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവത്തിൽ നമ്മൾ ഈ കടുപ്പമേറിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തടി ഉണങ്ങിപ്പോകാനും വിണ്ട് കീറാനും ഒക്കെ സാധ്യതയുണ്ട്. ഓരോ സ്ഥലങ്ങളിലെയും അഴുക്കുകൾ വ്യത്യസ്തമാണ്. അടുക്കളയിലെ അഴുക്കും ബാത്റൂമിലെ അണുക്കളും നീക്കം ചെയ്യാൻ ഒരേ തരം രാസവസ്തു അല്ല വേണ്ടത്. ഒരേ ക്ലീനിങ് ലിക്വിഡ് ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചിലയിടങ്ങളിൽ അഴുക്ക് പൂർണ്ണമായി മാറില്ല. ഇത് ബാക്ടീരിയയും ഫംഗസും വളരാൻ കാരണമാവുന്നു. ഇനി എട്ടാമത്തെ കാര്യമാണ് ഡസ്റ്റ് ബിന്നുകൾ വൃത്തിയാക്കാതെ വെക്കുന്നത്. വീട് മുഴുവൻ നമ്മൾ വൃത്തിയാക്കിയാലും ഡസ്റ്റ് ബിന്നുകൾ കൃത്യമായി കഴുകി ഉണക്കിയില്ലെങ്കിൽ വീടിനുള്ളിൽ എപ്പോഴും അത്ര നല്ലതല്ലാത്ത ഒരു മണം ഉണ്ടാവും. ഒൻപതാമത്തെ കാര്യമാണ് നമ്മൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വൃത്തിയാക്കാതെ ഇരിക്കുന്നത്. അഴുക്കു പിടിച്ച മോപ്പ് അതേപോലെ വാക്വം ക്ലീനറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായി അത് കഴുകി ഉണക്കാതെയാണ് വീണ്ടും യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് മുഴുവൻ നമ്മൾ ചെയ്യുന്നിടത്തെല്ലാം ആവുകയാണ് ചെയ്യുന്നത്. പത്താമത്തെ കാര്യമാണ് സുരക്ഷാ മുൻകരുതലുകൾ. കെമിക്കൽ കൈകളിൽ നേരിട്ട് ആവാതിരിക്കാൻ ഗ്ലൗസ് ധരിക്കുന്നത് നല്ലതാണ്. 11ാമത്തെ കാര്യമാണ് വായു സഞ്ചാരം. ക്ലീനിങ് ലോഷനുകൾ ഉപയോഗിക്കുമ്പോൾ മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കുന്നതിന് ജനലുകൾ തുറന്നിടുക. ഇനി 12ാമത്തെ കാര്യം പ്ലഗ് ഊരിയ ശേഷം മാത്രം ഉപകരണങ്ങൾ വൃത്തിയാക്കുക. 13ാമത്തെ കാര്യമാണ് അത്യാവശ്യ സാധനങ്ങൾ കരുതുക.
വൃത്തിയാക്കാൻ ആവശ്യമായ ബ്രഷ്, തുണി, ക്ലീനിങ് ലോഷനുകൾ, ബക്കറ്റ് ഇവയെല്ലാം ഒരു ബക്കറ്റിലോ വെള്ളമാക്കി കൂടെ കരുതുന്നത് ഓരോ തവണയും സാധനങ്ങൾ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം കളയുന്നത് ഒഴിവാക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി 14ാമത്തെ കാര്യം, ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാ ജോലികളും ഒരുമിച്ച് തീർക്കാൻ നോക്കുന്നത്. അതായത് ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഒരിക്കൽ മാത്രം നമ്മളിങ്ങനെ ജോലികളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് കൂട്ടി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കരമായ ക്ഷീണമാണ് നമുക്കുണ്ടാക്കുന്നത്. അതിനു പകരം ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു പോരുന്നത് ശീലമാക്കുക. ഓരോ മുറിയായി വൃത്തിയാക്കാൻ തീരുമാനിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.